ഹായ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആര്യങ്കാവിലെ പൂരത്തിന് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ പാലക്കാട് ഭാഗത്തുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയണ്ടായിരിക്കും. ആര്യങ്കാവ് കൂനത്തറ, അവിടെയാണ് നമ്മുടെ വാണിയംകുളം കൂനത്തറ സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ ഉച്ച സമയത്ത് വന്നിറങ്ങിയപ്പോൾ ഭയങ്കര ചൂട്, വെള്ളത്തിന് ദാഹം. അപ്പം നമ്മൾ ഒരു ബേക്കറി കയറിയിട്ട് വെള്ളമൊക്കെ കുടിച്ചു. അപ്പം നല്ല വെയിലാണ് കേട്ടോ. കറക്റ്റ് ഉച്ച സമയമല്ല, അത് 4 മണി ആ ഒരു ടൈമാണ്. പക്ഷേ ഈ സമയത്തൊന്നും ആരും പൂരത്തിന് വരില്ല, എല്ലാവരും കുറച്ച് വൈകിട്ടേ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഈ ചേട്ടൻ ഇതിനെങ്ങനെ കാറ്റ് നിറയ്ക്കണമെന്ന് ഇങ്ങനെ നോക്കിയിട്ട് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. കുറച്ചൊരു കയറ്റുണ്ട്. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലേക്ക് പോകണം. നമ്മുടെ നരസിംഹൻ സിനിമയുടെ ഏതൊക്കെ ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. യന്ത്രൂഞ്ഞാൽ, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടുത്തെ പൂരത്തിന് വരുന്നത്. അപ്പോൾ പണ്ടൊന്നും ഇങ്ങനത്തെ വരുന്ന സമയത്തൊന്നും ഇങ്ങനത്തെ സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഈ പൂരത്തിന് വരുന്നത്. അതിന് മുന്നേയൊക്കെയാണ് പോയിട്ടുള്ളൂ. അന്നൊന്നും ഇപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ വന്നുകൊണ്ട് ഒരാളും ഇല്ല ഇതിലൊന്നും കയറാൻ വേണ്ടിയിട്ട്. പൊരി വെയിലാണ്. പൊരി വെയിലത്തൊന്നും എന്തായാലും ആരും ഇതിൽ വന്ന് കയറില്ല. അങ്ങനെ ഇതാ കുറച്ചും കൂടി ഇവിടെ നടന്നാലാണ് കേട്ടോ നമ്മുടെ കാവ്. ചൂട്, ഭയങ്കര ചൂടാണ് കേട്ടോ. എന്ത് വെയിലാണ്! 4 മണി സമയത്തൊക്കെ ഇങ്ങനെ വെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ അവിടെ നിറയെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂരം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് വേലകളൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഏകദേശം ഈ പാലക്കാട് ഭാഗത്ത് ഈ ഒറ്റപ്പാലം ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കുതിരയാണ്. പട്ടാമ്പി ആ ഭാഗത്തേക്കൊക്കെ കാളയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കുതിരകളേനെ ഇപ്പം അങ്ങനെ ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പോൾ അത് കാണാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ സേവാസമിതിയുടെ വക നല്ല മോരും വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി വന്നു. അവരുടെ ഡ്രസ്സ് തന്നെ അടിപൊളി കേട്ടോ. ഡ്രസ്സിങ് തന്നെ നല്ല അടിപൊളിയാണ്. മോരും വെള്ളം അതിലേറെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ല വയറ് നിറച്ച് കുടിച്ചു. കാരണം ഈ ചൂട് സമയത്ത് ആ മോരും വെള്ളം ചെറുതായിട്ടൊരു തണുപ്പും ഉണ്ടായിരുന്നു. കൂടുതൽ പുളിയും കാര്യമൊന്നും ഇല്ലാതെ നല്ല രുചിയുണ്ടായിരുന്നു. അപ്പം അമ്മ ഒരു കുപ്പി കൊടുത്തിട്ട് അതിൽ നിറച്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞു കുട്ടികൾ അതിൽ മോരും വെള്ളം നിറച്ച് കൊടുത്തു. ഉണ്ണിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ മോരും വെള്ളം. അവളൊക്കെ 2 ഗ്ലാസ്സൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയും ഞങ്ങൾ തിരിച്ച് റൈഡിൻ്റെ ഒക്കെ അങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ വെയിലൊക്കെ ഒന്ന് മാറി, ആളുകളൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ കുട്ടികളൊക്കെ വാശി പിടിക്കുമ്പോൾ കുട്ടികളേനൊക്കെ അതിലിങ്ങനെ കയറ്റുന്നു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊപ്പം ചെറുതായിട്ടൊരു മഴയും വരുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് കേട്ടോ. മഴയുടെ ഒരു കോള് കാണാനുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതിൽ കയറുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അവരിങ്ങനെ പോണൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു വേലയും വരുന്നുണ്ട്. ഇതാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഈസിയാന്ന് തോന്നും. പക്ഷേ കയറി കഴിഞ്ഞാൽ സ്പീഡ് കൂടുന്തോറും നമുക്ക് ചെറിയൊരു പേടി വരാൻ സാധ്യത ഉണ്ട്. എനിക്ക് അനുഭവം ഉള്ളതാണ്. അപ്പോൾ പൂരം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നല്ല അന്തസ്സായിട്ട് മഴ അങ്ങോട്ട് പെയ്തു കേട്ടോ. ആളുകളൊക്കെ നേരത്തെ വന്നവരൊക്കെ ഏകദേശം തിരിച്ചു പോവുകയാണ്. കാരണം കുടയോ കാര്യമൊന്നും ഇല്ലാതെ നനഞ്ഞ് എത്ര സമയം നിൽക്കും. മൊത്തത്തിലങ്ങോട്ട് നനഞ്ഞപ്പോൾ പിന്നെ വിറയ്ക്കാൻ തുടങ്ങിയിട്ടോ ആൾക്കാർ. അതുകൊണ്ട് നൈസായിട്ട് ചിലവർ തിരിച്ചും പോകുന്നുമുണ്ട്. പിന്നെ
പലരും ഇപ്പോൾ ഇനി എന്തായാലും വന്നതല്ലേ വന്നിട്ട് പോകണ്ടല്ലോ എന്നുള്ള ലെവലിൽ അവിടെ ഇവിടെയൊക്കെ കയറി നിൽക്കുകയാണ്. ചിലർ നനഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്, നനയാതെ നിൽക്കുന്നുണ്ട്. എന്തായാലും മഴ നല്ലൊരു പണിയാണ് തന്നത്. ഞങ്ങളാണെങ്കിൽ തിരിച്ചു പോയാലോ എന്ന് വിചാരിച്ചു. പക്ഷേ മാമനും അമ്മായിയും കുട്ടികളൊക്കെ അവിടെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ വാശി പിടിക്കുക, എന്തായാലും അവർ വന്നിട്ട് നമുക്ക് അവരുടെ കൂടെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഇവിടെ കൂടെ അങ്ങോട്ടും കൂടെ നടന്ന സമയം കഴിച്ചു കൂട്ടിയിട്ടോ. ഉണ്ണിയൊക്കെ ആണെങ്കിൽ നല്ലോണം നനഞ്ഞിട്ട് വിറയ്ക്കാൻ തുടങ്ങിയിട്ട് ചെറിയൊരു പനിയൊക്കെ ഉള്ളതാണ് അവൾക്ക്. അങ്ങനെ ഏകദേശം എന്താ ഇരുട്ടായി വരുന്നുണ്ട്. അങ്ങനെ അമ്മായിനെയും മാമനെയും കുട്ടികളതിനെയൊക്കെ കണ്ടു. അപ്പോൾ അവർക്ക് എന്തായാലും എന്തെങ്കിലും ഒരു ചെറിയ ഇതിലെങ്കിലും കയറണം എന്ന് പറഞ്ഞപ്പോൾ ആ തീവണ്ടി പോലത്തെ സംഭവത്തിൽ കയറാമെന്ന് പറഞ്ഞിട്ട് അവർ ഇതിൽ കയറാണ് കേട്ടോ. ചെറുതായിട്ട് മഴ അങ്ങനെ ഉണ്ടായിരുന്നു, അപ്പം നല്ല തണുപ്പുണ്ട്, പിന്നെ പേടിയുണ്ട്. അങ്ങനെയൊക്കെ പാടെ കൂടിയിട്ട് അതിൽ കയറിയിരുന്നു. എന്തായാലും ഞങ്ങളങ്ങനെ താഴെ നിന്ന് നോക്കുമായിരുന്നു. കുട്ടികൾ മാത്രമേ കയറിയുള്ളൂ. അപ്പോൾ അമ്മായിയും പിന്നെ എന്താണെന്നറിയില്ല, അവരൊറ്റയ്ക്ക് പോയില്ല എന്ന് വിചാരിച്ചിട്ട് അമ്മായിയും കൂടെ പോയി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏതാ അവർ പോയിക്കൊണ്ടിരിക്കണതോ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ സൂം ചെയ്ത് പിടിക്കുമ്പോൾ ഒരാളിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്, കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആരാണെന്ന് എനിക്കറിയില്ല, വെറുതെ എന്നെ കളിയാക്കുകയാണ് അവർ. ഇവരെല്ലാവരും കൂടി അതിൽ കൂക്കി കളിച്ചിട്ട് പോകുന്നതാണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് സമയം നോക്കി നിന്നു. അപ്പോൾ ഏകദേശം 8 മണിയൊക്കെ കഴിഞ്ഞു. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും പോകാനുള്ള സമയമായി. ഇനിയിപ്പോൾ വീട്ടിലെത്തി കിടന്നുറങ്ങി രാവിലെ എണീച്ചിട്ട് പെട്ടെന്ന് തന്നെ കൂർക്കപ്പറമ്പിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. ആദ്യത്തെ സ്കൂളിൽ എന്തൊക്കെയോ പ്രോഗ്രാമാണ്, അപ്പോൾ വേഗം പോകണം. അങ്ങനെ ആ പൂരം കാണലൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അത് വരുന്ന വഴിയിൽ കണ്ട സംഭവമാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പൂരം വ്ളോഗ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം. ടാറ്റാ, ബൈ ബൈ.